ഞാലിപ്പൂവൻ്റെ ഇത്രയും പോകുന്ന അതുകൊണ്ട് മാല ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഞാൻ ഹൈന്ദവർക്ക് ഓരോ ആചാരങ്ങളുണ്ടാവില്ല, നമ്മൾ ക്രിസ്ത്യാനി അതിൽ ഇടപെടണ്ടെന്ന് വിചാരിച്ചു. ആളതും കൊണ്ടുപോയിട്ട് പൂമുഖത്ത് ഇങ്ങനെ ഇട്ടു. ഇട്ടുന്ന നേരം കൊണ്ട് 2-3 വവ്വാലും വന്ന് പടപടാന്ന് അടിച്ചു പോയി. അവർ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുകയാണ്. നമ്മൾ ഉറുമ്പിന് എന്താ ചെയ്യുക? അതും എനിക്കൊരു അതിശയത്തിലേക്ക് പോയി. ഇപ്പം ഞാൻ തന്നെ ഇന്ദിരേച്ചോട് ചോദിച്ചിട്ടുണ്ട്, ഇതല്ലേ ഭാഗവതം, സലീം കുമാർ അതിനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, പാമ്പ് ഗോവിന്ദൻ എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയാണല്ലോ അതിൻ്റെ കഥ. അപ്പോൾ പാമ്പാട്ടി ആയിരിക്കാം. മാഷിൻ്റെ അടുത്ത് വന്ന് പറയാണ് ഞാൻ ആ കുട്ടി ആ ബോധാവസ്ഥയിലാണെന്നുള്ളത്. മാഷ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ, പരിശോധിച്ച് നോക്കുമ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നു. ഈ ഫ്ലാറ്റിൽ ഒരു നില മുഴുവൻ അവരെടുത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ആ ഫ്ലാറ്റിന് ചുറ്റിനും വൃന്ദാവനം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു അനുഭവങ്ങളെല്ലാം തന്നെ ഗുരുവായൂരപ്പനെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ഭക്തരെ സംബന്ധിച്ച് ഗുരുവായൂരപ്പനെന്ന് കേൾക്കുമ്പോൾ തന്നെ കുറൂരമ്മയെ ഓർമ്മ വരും, പൂന്താനത്തെ ഓർമ്മ വരും, അല്ലെങ്കിൽ മേൽപ്പത്തൂരിനെ ഓർമ്മ വരും. ഈ ഒരു നിഷ്കാമ ഭക്തി അല്ലെങ്കിൽ സമർപ്പണം, അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. അതായത് എനിക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്ത് എത്തേണ്ട ഒരു അവസ്ഥ വന്നു. അത് പലപ്പോഴും വരാറുണ്ട്. പക്ഷേ അന്ന് നമുക്ക് റൂം ഇല്ലായിരുന്നു. അപ്പോൾ എവിടെ താമസിക്കുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്ത് എന്നെ ഇതൊന്നും അറിഞ്ഞിട്ടല്ല, ഉദിത് ചൈതന്യജി ആ സമയത്ത് ഡൽഹിയിലോ ബോംബെയിലായിരുന്നു തോന്നുന്നു. ആളെന്നെ വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ തിരുവനന്തപുരത്താണ്, ട്രെയിൻ ഇറങ്ങി, റൂം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്തോ ഒരു സംസ്കൃതിയുടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എല്ലാ റൂമുകളിൽ. അപ്പോൾ പറഞ്ഞു എന്നാൽ 1 മിനിറ്റ് നിൽക്കും, ഞാനൊരു അമ്മയുടെ നമ്പർ തരാം നിങ്ങൾക്ക്, അവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ അമ്മയുടെ വീട് പൂജപ്പുരയാണ്. അവിടെ പിന്നെ അങ്ങോട്ട് കുറേ ഇടവഴിയിലൊക്കെ പോകണം. അപ്പോൾ ഈ ഇടവഴിയിൽ വഴിയറിയാതെ ഞാൻ നിൽക്കുമ്പോൾ ഒരു ടോർച്ച് അടിച്ചിട്ട് ആൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹം തന്നെയാവുമെന്ന് വെച്ച് ഞാൻ ആളെ ഇരുന്നപ്പോൾ അദ്ദേഹം ഈ അമ്മയുടെ ഹസ്ബൻഡാണ്, ഉണ്ണിയേട്ടൻ. അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. അപ്പോൾ ഇരുട്ടൊന്നായിട്ടില്ല, എന്നാലും അങ്ങോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ എന്നെ കൊണ്ടിരുത്തി. ഇരുത്തിയതിന് ശേഷം ഉണ്ണിയേട്ടൻ്റെ ശ്രദ്ധ മുഴുവൻ പൂമുഖത്തേക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും വരാനുണ്ടോ ഇവിടെ? അപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെയല്ല, ഒരു 5 മിനിറ്റ് സമയം തന്നാൽ ഞാൻ നിങ്ങളെ കാത്തു നിന്ന കാരണം ഒരു കാര്യം ചെയ്യാനായിട്ട് വൈകിപ്പോയി. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ അവിടുത്തെ അമ്മൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭാഗവത ഭക്തിയാണ്. എവിടെ ഭാഗവതം ഉണ്ടോ അവിടെ വായിക്കാൻ പോണ ആളാണ് ഇന്ദിരേച്ചി. ഉണ്ണിയേട്ടന് ഒട്ടും താല്പര്യമില്ല. എന്നാൽ ഒരു ഭാഗ്യമുണ്ട്, എവിടെ സപ്താഹത്തിന് പോവും, അതുകൊണ്ട് ആൾക്ക് കുഴപ്പമില്ല, അത് പോയി വന്നോളൂ, ഇദ്ദേഹത്തിന് അതിലേക്കൊന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനതിൽ നമുക്കെന്ത് പറയാനെന്ന് നോക്കുമ്പോൾ ഈ ഉണ്ണിയേട്ടനുണ്ടല്ലോ, ഈ കൈകളിൽ പടക്കാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാലിപ്പൂവൻ്റെ ഇത്രയും പോകുന്ന അതുകൊണ്ട് മാല ഉണ്ടാക്കിയിരിക്കുക. അപ്പോൾ ഞാൻ ഹൈന്ദവർക്ക് ഓരോ ആചാരങ്ങളുണ്ടാവില്ല, നമ്മൾ ക്രിസ്ത്യാനി അതിൽ ഇടപെടണ്ടെന്ന് വിചാരിച്ചു. ആളതും കൊണ്ടുപോയിട്ട് പൂമുഖത്ത് ഇങ്ങനെ ഇട്ടു. ഇട്ടുന്ന നേരം കൊണ്ട് 2-3 വവ്വാലും വന്ന് പടപടാന്ന് അടിച്ചു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ആയിരിക്കും ഇവരുടെ ഭക്തിയായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രാവ്, പക്ഷികൾ പലരും വന്നത് കൊണ്ടുപോകുന്നുണ്ട്, പടപടാന്നത് തീരുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ണേട്ടോട് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അതായത് നമ്മൾ കൃഷി ചെയ്യുന്നു, വാഴ എല്ലാം നമ്മൾ ചെയ്യുന്നു, എന്നിട്ടത് മൂത്ത് കഴിഞ്ഞ ഉടനെ തന്നെ വെട്ടി കൊണ്ടുവരുന്നു. ഇവരൊക്കെ ഇത് എങ്ങനെ കഴിക്കുക? അവർക്കും വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് അവർക്കായിട്ട് ഇദ്ദേഹം ഇങ്ങനെ എല്ലാ ദിവസവും കൊടുക്കത്രേ. അതാണത് കഴിക്കാൻ വന്നത്. എനിക്കത് വിചിത്രമായി തോന്നി. നമ്മളൊരിക്കലും ഏതെങ്കിലും 1 കിലോ 2 കിലോ അല്ലെങ്കിൽ എത്രയാവട്ടെ പഴം വാങ്ങുമ്പോൾ എപ്പോഴെങ്കിലും അത് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കണമെന്ന് ഒരിക്കലും ധരിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിൽ എനിക്ക് ഒട്ടും അറിയില്ല. അതെന്നെ ഒരു വലിയ അനുഭവമായിരുന്നു. പിന്നീട് ഉണർന്നു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി അവിടെ കിടന്ന് ഉണർന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം ഈ ചെടികൾക്കിടയിൽ എന്തൊക്കെയോ ഇടുന്നുണ്ട്, വളാവെന്ന് ഞാൻ വിചാരിച്ചു. എന്നാലും ഒരു കൗതുകത്തിന് ഞാൻ ചോദിച്ചു, അത് ഉറുമ്പിന് അങ്ങനെയുള്ള ആളുകൾക്കുള്ള റവ പോലെയുള്ള സാധനങ്ങളില്ലേ, അവർ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുകയാണ്. നമ്മൾ ഉറുമ്പിന് എന്താ ചെയ്യുക? അതും എനിക്കൊരു അതിശയത്തിലേക്ക് പോയി. പിന്നെ ഉച്ചയായപ്പോൾ പായസമൊക്കെ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊക്കെ വന്നു. അപ്പോൾ ഇന്ദിരേച്ചി പറയുന്നുണ്ട് അതിനു മുമ്പ് ഇവർ അടിച്ചു വാരുന്നൊരു പ്രക്രിയയുണ്ട്. അപ്പോൾ ആ അമ്മ അടിച്ചു വരുന്നു, ഇദ്ദേഹം തുടയ്ക്കുന്നു. അതും എനിക്കൊരു വലിയ സംഭവമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഊണിന് കാലായി, ഇല മുറിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇലയൊക്കെ മുറിച്ചു. പിന്നെ കുഞ്ഞു കുഞ്ഞിലകൾ വേറെയും.
ഈ കുഞ്ഞു കുഞ്ഞു ഇലകളൊക്കെ കഴുകി ഞാനപ്പോൾ അത് എനിക്ക് തന്നെയാണെന്ന് വിചാരിച്ചു. എന്താവട്ടെ, അത് കൊണ്ടുപോയി വീടിൻ്റെ പുറകിലും മതിലിലും വെച്ചിട്ട് നമുക്ക് തരുന്ന അതേ സാധനങ്ങൾ അവിടെ വെച്ച് അത് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും. ഹിന്ദുക്കൾ വർഷത്തിലൊരിക്കൊരു കാക്കയ്ക്ക് കൊടുക്കും. അപ്പോൾ മുത്തശ്ശന് എന്നുള്ളൊരു സങ്കല്പമല്ലേ, അവർക്ക് ഒരു ദിവസം കൊടുത്താൽ മതി, എല്ലാ ദിവസവും കൊടുക്കണ്ടേ? കാക്കകൾക്കും ഒരു സദ്യ കൊടുക്കണ്ടേ? ഇപ്പം ഞാൻ തന്നെ ഇന്ദിരേച്ചോട് ചോദിച്ചിട്ടുണ്ട്, ഇതല്ലേ ഭാഗവതം? ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ ആളുകളെ പറ്റി പഠിക്കണം എന്നൊരു ധാരണയിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരുവായൂർ കേശവൻ കുറച്ച് നാൾ ചെയ്യാൻ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പുതൂർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് കഥയെപ്പറ്റി സംസാരിക്കാനായിട്ട് ഞാനും സ്ക്രിപ്റ്റ് റൈറ്ററും ചെന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ കഥകൾ ചെയ്തിട്ടുണ്ട് വായിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തോട് എല്ലാവരും പറയുന്ന അതേ പേര് തന്നെ ഞാനും പറഞ്ഞു, ആനപ്പക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ആനപ്പക ചെയ്യാൻ എളുപ്പമില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു കഥ പറഞ്ഞുതരാം, ഒരു പാമ്പ് ഗോവിന്ദൻ്റെ കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ധാരണയിൽ മോശമാക്കി പറയാൻ വേണ്ടി പാമ്പ് ഗോവിന്ദന് വേറൊരു പേരിൽ അവിടെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാവുന്നൊരു കാര്യമാവും എന്നുള്ള നിലയ്ക്ക് അന്ന് വെറുതെ ഒന്ന് മൂളി കേട്ടൊരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഈ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് കേൾക്കാമല്ലോ എന്ന് വെച്ചിട്ട് പോന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു യുവ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആ കാലഘട്ടത്തിൽ 20 കൊല്ലം മുമ്പ് ഇങ്ങനൊരു സംഭവമൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനും തെറ്റിദ്ധരിക്കരുത്, ഇപ്പോൾ സലീമിനെയൊക്കെ വെച്ച്, സലീം കുമാർ അതിനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, പാമ്പ് ഗോവിന്ദൻ എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയാണല്ലോ അതിൻ്റെ കഥ. അപ്പോൾ പാമ്പാട്ടി ആയിരിക്കാം, എന്താവട്ടെ എന്നൊക്കെ ഞാനും വിചാരിച്ച് നടന്നൊരു കാലത്ത്. പിന്നെ ഈ ഗുരുവായൂർ കേശവനും ഒക്കെ കഴിഞ്ഞ് ഞാനൊരിക്കൽ എൻ്റെ വീടിൻ്റെ അടുത്തിലൂടെ ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു കുഞ്ഞൊരമ്പലം കണ്ടു. കുഞ്ഞൊരമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇനി ചെറുതാക്കാല്ലേ വാക്കുകൊണ്ട്, അത്ര ചെറുത്, ഒരു ചെറിയ മതിലും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാമ്പ് ഗോവിന്ദൻ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായി. അങ്ങനെ ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. അവിടെ ചെന്നപ്പോൾ വെറുതെ ഇങ്ങനെ പാതി ചാരിയിട്ടിട്ടുള്ള 2 കുഞ്ഞു വാതിലുകൾ, അതിനിടെ കൂടെ 2-3 വിളക്കുകളൊക്കെ കത്തുന്നുണ്ട്, പക്ഷെ ആരുമില്ല. അങ്ങനെ ഞാനവിടെ ചുറ്റിനും നടന്നപ്പോൾ ഒരു വയസ്സായിട്ടൊരു അമ്മ അവിടെ കിടപ്പുണ്ട്. അത് കിടക്കുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും സ്പേസ് ഒന്നും ചിന്തിക്കരുത്, 6 അടി പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് കിടക്കണേ. അങ്ങനെ ഞാൻ ചോദിച്ചറിയാണ് ആരാണ് ഈ പാമ്പ് ഗോവിന്ദൻ. അപ്പം നമ്മൾ മനസ്സിൽ കണ്ട പാമ്പ് പിടുത്തക്കാരനൊന്നുമല്ല, അദ്ദേഹം ആ ഗുരുവായൂരിൻ്റെ പരിസരത്ത് എവിടെയുള്ളൊരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു മാഷ്. അപ്പോൾ ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ മുറിയുടെ അടുത്തുള്ളൊരു ക്ലാസ് റൂമിലെ അധ്യാപകൻ വന്നില്ലായിരുന്നു. അതുകൊണ്ട് ആ കുട്ടികൾ മുഴുവൻ ബഹളടിച്ചപ്പോൾ ഇദ്ദേഹം പലാവർത്തി പോയിട്ട് പലരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും സൈലൻസ് ഇല്ലാത്തൊരു നിമിഷം അദ്ദേഹം ദേഷ്യപ്പെട്ട് ചെല്ലുമ്പോൾ ഏതൊരു കുട്ടിയാണ് ഇതിൻ്റെ പ്രശ്നക്കാരനെന്ന് തോന്നി ആ കുട്ടീനെ അവിടുന്ന് കൊണ്ടുവന്ന് ഈ ബെഞ്ചും ഡെസ്കൊക്കെ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇടുന്നൊരു റൂമിൽ കൊണ്ട് ഇട്ട് ആ റൂമിൽ ലോക്ക് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദേഷ്യം അങ്ങനെയാണ്, ഒരു കൊച്ചുകുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതായിരിക്കാം, എന്തെങ്കിലും ചെയ്തു. അദ്ദേഹം വന്ന് റൂമിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്യൂൺ എവിടുന്നോ പുറത്തു പോയി വന്നപ്പോൾ അവിടുത്തെ കാര്യ നടപടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഗോവിന്ദ മാഷ് പറഞ്ഞു, ശരിക്കും ഗോവിന്ദൻ എന്നല്ല കേട്ടോ പേര്, വേറെന്തോ പേരാണ്, അത് ഇങ്ങനെ ഒരു കുട്ടീനെ നമ്മൾ അടച്ചിട്ടുണ്ട്, അതിനെ പോയിട്ട് തുറന്നു വിടാൻ പറഞ്ഞു. ഇദ്ദേഹം പോയി വാതിൽ തുറന്നപ്പോൾ കുട്ടി അബോധാവസ്ഥയിലാണ്. അപ്പം അദ്ദേഹത്തിന് പേടിയായിട്ട് മാഷിൻ്റെ അടുത്ത് വന്ന് പറയാണ് ഇങ്ങനെ ആ കുട്ടി അബോധാവസ്ഥയിലാണെന്നുള്ളത്. മാഷ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നു. അപ്പോൾ ആ മരക്കഷ്ണങ്ങൾക്കിടയിലൂടെ ഒരു പാമ്പ് പോണ പോലെ ആൾക്ക് തോന്നി. അദ്ദേഹം അങ്ങനെ ആ പാമ്പിനെ പിടിച്ചു എന്നാണ് പറയണത്. ഏതായാലും ഈ ഒരു കേസുണ്ടായപ്പോൾ ആ മാഷ് പിന്നെ സ്കൂളിൽ കയറിയില്ല എന്നാണ് പറയണേ. കോടതിയിൽ വന്നു. കോടതി എന്താണ് മാഷ്ക്ക് പറയാനുള്ളത് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞത് വധശിക്ഷയെക്കാട്ടും കുറവായിട്ടൊരു ശിക്ഷ വിധിക്കരുതെന്നാണ് പറഞ്ഞത്. മാതാപിതാ ഗുരുദൈവം എന്നുള്ള രീതിയിൽ കുട്ടികളെ നമ്മൾ നോക്കേണ്ടതിന് പകരം ഒരു അധ്യാപകൻ തന്നെ ഗുരു തന്നെ ശിക്ഷനെ കൊല്ലുന്നൊരു ഏർപ്പാടുണ്ടാക്കിയില്ലേ. കോടതി ഒരു പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞു അതങ്ങനെ സാരമില്ല, അറിഞ്ഞിട്ടല്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടിരിക്കും. പക്ഷേ പിന്നീടും അദ്ദേഹം ആ സ്കൂളിൽ കയറിയില്ല. അദ്ദേഹം നല്ല വസ്ത്രങ്ങൾ പിന്നെ ധരിച്ചിട്ടില്ല. അന്നേ മുതൽ തന്നെ നല്ല ആഹാരങ്ങൾ കഴിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ ആഹാരം ഗുരുവായൂർ പരിസരത്തുള്ള നായ്ക്കളെയും വിളിച്ച് ഒരുമിച്ചിരുന്നാണ് കഴിക്കുക. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം ഭയങ്കരമായി ഗോവിന്ദ ഗോവിന്ദ എന്ന് സ്തുതിച്ചുകൊണ്ട് നടക്കുകയാണ്.
ഞാൻ ചെയ്ത അപരാധമാണ് അദ്ദേഹത്തിന്. കാരണം വെച്ചാൽ ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു സങ്കല്പം അനുസരിച്ച് ഉണ്ണിക്കണ്ണൻ എന്നൊക്കെയല്ലേ, ആ രീതിയിലുള്ള ഒരാളെ കൊന്നില്ല ഞാൻ എന്നുള്ളതാണ്. അപ്പോൾ പാമ്പുകളെ കണ്ടാൽ ഇദ്ദേഹത്തിന് ഭയങ്കര ഇതാണ്. പാമ്പിനെ കൊല്ലണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കണമെന്ന് തോന്നുന്നു. ഏതായാലും നല്ല ഭക്ഷണങ്ങൾ കഴിക്കാതെ അദ്ദേഹം മരിച്ചപ്പോൾ അതൊരു അനാഥ ശവമായി മാറി. അപ്പോൾ ഞാനിപ്പോൾ കണ്ട ആ അമ്മയുടെ അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം അത് പത്രത്തിലൂടെ മനസ്സിലാക്കി, ഇങ്ങനെ പൊതു ശ്മശാനത്തിൽ പോയി ഇദ്ദേഹത്തിൻ്റെ മറവി എന്നുള്ളത്. അദ്ദേഹം ആ ബോഡി ഏറ്റുവാങ്ങാണ്. അങ്ങനെ ഇവിടെ പവിത്രമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ചു, വിളക്ക് വെച്ചു. ആ വെച്ച അദ്ദേഹവും മരിച്ചു. അപ്പോൾ പിന്നെ വിളക്ക് വയ്ക്കാൻ ആളില്ലാണ്ടാവുമല്ലോ എന്ന് വെച്ച് ഈ അമ്മ വിളക്ക് വയ്ക്കുകയാണ്. പിന്നീട് ഈ അമ്മ കല്യാണം കഴിച്ചില്ല. ഗോവിന്ദസ്വാമികൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അവിടെ വിളക്ക് വയ്ക്കാനായിട്ട് മാത്രം ജീവിതം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് കിടപ്പ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ വലിയ വീടുകളൊക്കെ ഉണ്ട് ഇവരുടെ സഹോദരങ്ങളെ. ഈ അമ്മ അവിടെ പോകാറില്ല. ഞാനൊരു 2 വർഷം മുമ്പ് വരെ വളരെ ക്ഷീണിച്ച ഈ അമ്മയെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം എന്താണ് ആ അമ്മയുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. ഏതായാലും അതൊരു സ്മാരകമായിട്ട് അവിടെയുണ്ട്. എല്ലാ ദിവസവും വിളക്ക് വയ്ക്കുന്നുണ്ട്. നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അന്നൊന്നും അവർക്കും ഇത് വലിയ കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പുതുർജി പറഞ്ഞു തന്ന ആ പാമ്പ് ഗോവിന്ദനാണിതെന്ന് എനിക്കും ഈ അമ്മയിലൂടെ മനസ്സിലായി. അങ്ങനെ കണ്ടു. അപ്പോൾ ഇതുപോലെയുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുക, പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുക, കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തൻ്റേതല്ലാത്ത കാരണത്താൽ അങ്ങനെ സംഭവിച്ചപ്പോൾ ഈശ്വരനെ പോലും കൊന്നവനാണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ വന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ജനങ്ങളുള്ളപ്പോൾ ഒരിക്കലും സജ്ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അതുണ്ട് എന്നുള്ളത് ഞാനിപ്പോഴും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഹരേ കൃഷ്ണ. പിന്നെ ആധുനിക ഈ കാലഘട്ടത്തിൽ ഭക്തി കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നുള്ള ഒരു സംഭവം നമുക്ക് പറയാം. പക്ഷേ അതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് തൃശ്ശൂരിലുള്ള ജയലക്ഷ്മി ശർമ്മ ടീച്ചർ പറഞ്ഞു, അവർ ഒരു ഭാഗവതം നടത്തിയപ്പോൾ അതൊരു വീട്ടിൽ നടത്തിയത്രേ. അപ്പോൾ ആ വീടൊരു ഫ്ലാറ്റാണ്. ഈ ഫ്ലാറ്റിൽ ഒരു നില മുഴുവൻ അവരെടുത്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ? ആ ഫ്ലാറ്റിന് ചുറ്റിനും വൃന്ദാവനം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. വീടിൻ്റെ അകത്തും അങ്ങനെ തന്നെ, എവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ ദശമസ്കന്ധം നമുക്ക് അവരുടെ വീട്ടിൽ ഷൂട്ട് ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു മറുപടി കിട്ടിക്കൊണ്ടാണ് ഞാൻ ചെല്ലുന്നത്. എന്നാലും എൻ്റെ മനസ്സിൽ ഒരു ഇതുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് ഒരു വീടല്ലേ. പക്ഷേ വൃന്ദാവനത്തിൽ അനേകം തവണ പോയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനായിട്ട് മനോഹരമായിട്ട് വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഓരോ കോർണറും അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ അമ്മയാണ്. ആ അമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു 50 വയസ്സിൽ കൂടുതൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് അറിയുന്നത്. ഈ അമ്മയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എവിടെ പോയാലും, ഏത് നാട്ടിൽ പോയാലും, അവർ ഭയങ്കര സമ്പന്നരാണ്. ഏത് നാട്ടിൽ പോയാലും ഭഗവാന്റെ വിഗ്രഹങ്ങൾ കണ്ടാൽ അതൊക്കെ മേടിക്കുക, എന്നിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഭഗവാന് ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പാതിരാ വരെ ഇരുന്ന് ഇങ്ങനെ തയ്ക്കൂത്രേ. ഇപ്പോൾ എൻ്റെ ഒരു അറിവിലൊരു 10-150 വിഗ്രഹങ്ങളുണ്ട്. ഇത് മുഴുവൻ തയ്ച്ച് അതിന് ഓർണമെൻറ്റൊക്കെ പിടിപ്പിച്ച് വരുമ്പോൾ അത്രയും സമയം എടുക്കില്ലേ. അവിടെ കൊണ്ട് തീരുന്നില്ല ഈ അമ്മയുടെ സ്വഭാവം. എന്നുവെച്ചാൽ എല്ലാ മാസവും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൃശ്ശൂരിൽ നിന്ന് നടന്നവർ പോവുക. ഒരു നേരം വെളുത്ത ഒരു അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ 1 മണി കഴിഞ്ഞാൽ ഇവർ അമ്പലത്തിൻ്റെ അവിടെ എത്തും. അപ്പോൾ അത്രയും കിലോമീറ്ററുകളുണ്ടെന്ന് മനസ്സിലാക്കണം. അത് ചെന്ന് കഴിഞ്ഞാൽ ഇവരെ കണ്ടാലറിയാമല്ലോ അമ്പലക്കാർ. അവർ പറയും ക്യൂവിൽ നിൽക്കണ്ടെന്ന് പറയും. എത്ര വലിയ ക്യൂ ആണെങ്കിലും ക്യൂവിൽ നിന്നിട്ടേ കയറുള്ളൂ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ച് ബസ്സിൽ വരും. അവരെ കണ്ടാലേ നിങ്ങൾക്ക് തോന്നുള്ളൂ ഇത്രയും വലിയൊരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളത്. ഞാൻ നേരിട്ട് കണ്ടതാണ്. അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടം. ഭഗവാനോട് കൂടി ചേരുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിക്കുകയാണ്. അതാണോ ഭക്തി എന്ന് വെച്ചാൽ അതൊരു വലിയ ഭക്തിയായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെന്തെങ്കിലും സൗകര്യങ്ങൾ വന്നത് അത് ഗുരുവായൂർ അമ്പലത്തിൽ പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ പോയതുകൊണ്ടാണെന്നൊക്കെ വിചാരിച്ച് ചെല്ലുന്ന ആൾക്കാരായിരിക്കും ഇവർ. എന്ത് തന്നെയായാലും ഇത് വലിയ ഒരു ശക്തിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങ് ടെലിവിഷനിലൂടെ ഇത് പ്രചരിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന്
ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ മാധ്യമങ്ങളുടെ സ്വഭാവം മാറി. ഇന്ന് സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. ടെലിവിഷൻ സ്ക്രീനിൻ്റെ വലിപ്പത്തിൽ നിന്ന് മൊബൈൽ സ്ക്രീനിൻ്റെ ആ ഒരു ചെറിയ ഇതിലേക്ക് ആളുകളുടെ ആ ഒരു കാഴ്ചയുടെ രീതിയൊക്കെ മാറി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നോക്കുമ്പോഴേക്കും ആ ഒരു കാലഘട്ടവും ഇന്ന് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? സാമ്പത്തികം നോക്കുമ്പോൾ നമുക്ക് നേരത്തെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ സജ്ജനങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് നമുക്കൊരിക്കലും ആ ചാനലിൽ നിന്ന് ഇങ്ങോട്ടല്ല പണം കിട്ടുന്നത്, നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്. ടെലികാസ്റ്റിംഗ് ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണം അവർക്ക് കൊടുക്കണം. പിന്നെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ചിലവ്, എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ചിലവ്, ഒരു പ്രോഗ്രാം മൊത്തം ഉണ്ടാക്കാനുള്ളൊരു ചിലവ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. അത് എല്ലാ ദിവസവും ആ എമൗണ്ട് വരും. അപ്പോൾ അന്ന് വേണമെങ്കിൽ നമുക്ക് പരസ്യങ്ങൾ കയറ്റിക്കൊണ്ട് ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് പരസ്യങ്ങൾ അതിലിടുന്നതോട് ഒരു താല്പര്യമില്ല. കാരണം വെച്ചാൽ ഒരു പരസ്യം എവിടെ ഇടണം എന്നുള്ളത് ആ കമ്പനിയാണ് തീരുമാനിക്കുക. അപ്പോൾ ഒരു മാറ്റർ പറയുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അതിൻ്റെ ആ ചോദ്യവും അതിൻ്റെ ആൻസറിനിടയിൽ ഇത് ഇടാൻ പറയും. ഈ പരസ്യം കഴിയുമ്പോൾ എന്താണ് ചോദ്യം എന്നും എന്താണ് ഉത്തരം എന്നും മനസ്സിലാവാതെ പോകും. പ്രത്യേകിച്ച് 60 വയസ്സിന് മേലെയുള്ളവരാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരസ്യങ്ങൾ താല്പര്യമില്ല എന്നുള്ളത് തന്നെ ഞാൻ പറയാറുണ്ട്. പിന്നെ എന്താണ് ഒരു വഴി? അത് നോക്കുമ്പോൾ യൂട്യൂബിലൂടെ വേണമെങ്കിൽ വിടാം. പക്ഷേ ഈ ഒരു കാര്യത്തിനൊന്നും അത്ര അനുഭവങ്ങളില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ നമുക്ക് CD ഇറക്കാം, DVD ഇറക്കിക്കൊണ്ട് ഈ കേട്ട പ്രേക്ഷകർ തന്നെ അത് വാങ്ങി ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു ഊർജം കൊണ്ട് കുറേയൊക്കെ മുന്നോട്ട് പോകാമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും സാധ്യമല്ല. DVD ഇന്ന് ചിലവാവില്ല. പിന്നെയുള്ളത് ഇതാണ്, പിന്നെ തമ്പിൽ കൊടുക്കുക. അത് ഒരാൾക്ക് കൊടുത്താൽ എല്ലാവരും അത് സ്പ്രെഡ് ചെയ്തോളും. അപ്പോൾ അതിൽ നിന്നൊരു വരുമാനമില്ല, പരസ്യം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പണം കിട്ടുക എന്നുണ്ടെങ്കിൽ അത് ഡൊണേഷൻസായിട്ട് ആരെങ്കിലും തന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ഒരു മാസം ഈ ഒരു പ്രോഗ്രാം അരമണിക്കൂർ നമുക്കൊരു ടെലിവിഷനിലൂടെ ചെയ്യുമ്പോൾ മിനിമം 5 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. 5 ലക്ഷം രൂപ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു വലിയ ബുദ്ധിമുട്ടല്ല എന്ന് തോന്നിയാലും ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു 100 രൂപ മാസം അയച്ചു തരാവുന്ന നിശ്ചിത ആൾക്കാർ ഇതിൽ കയറി വന്നാൽ വളരെ സിമ്പിളായിട്ട് ഇത് കൊണ്ടുപോകാം. എന്തിനാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ, അതായത് ടെലിവിഷനിലൂടെ തന്നെ ഇത് കൊണ്ടുപോകണമെന്ന് എന്താ നിർബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ മൊബൈലിലൊക്കെ നമുക്ക് ചെയ്യാം. ആരോഗ്യമുണ്ടെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ. നമ്മൾ ഭാഗവതം ചെയ്യുന്നത് പരീക്ഷത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്ന പോലെയുള്ള ആളുകളുണ്ട്, അശരണരായിട്ടുള്ള ആൾക്കാർ. അവർക്ക് വീട്ടിൽ TV ഒന്നുമില്ല. അവരിപ്പോൾ രോഗം അങ്ങനെ പല കാരണങ്ങളാൽ, അല്ലെങ്കിൽ എന്താ പറയുക, അനാഥാലയങ്ങൾ അവിടെയുള്ളവരൊക്കെ താമസിക്കുന്നവരാണ് എൻ്റെ പ്രേക്ഷകർ. അവർക്ക് വയ്യ, അവർ കട്ടിലിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർക്കിത് നേരിട്ട് TV-യിലൂടെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കേൾക്കുന്നവരാണ് കൂടുതൽ. അവർക്ക് മൊബൈലിലൂടെ കേൾക്കാൻ സാധ്യമല്ല. പിന്നെ TV-യിലൂടെ കൊടുക്കുന്നതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിശ്ചിത സമയത്താണ് ഇത് ഓപ്പൺ ആവുക. അപ്പോൾ ഭാഗവതം കേൾക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അപ്പോൾ തന്നെ ഭാഗവതം കേൾക്കില്ല, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾ. അപ്പോൾ അവർ നേരത്തെ എഴുന്നേൽക്കും. ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പറ്റുമെങ്കിൽ ആ സ്ക്രീനിൻ്റെ മുമ്പിൽ ഒരു വിളക്കെങ്കിലും കത്തിച്ച് വയ്ക്കാൻ പറയും. കാരണം വെച്ചാൽ അവരുടെ അമ്പലം ആ സമയത്ത്, ആ ശ്രീകോവിൽ ആ സമയത്ത് അതാണ്. അപ്പോൾ ജീവിതത്തിലൊരു ചിട്ടയായി. ഈ ചിട്ട വരുന്നത് തന്നെ അസുഖങ്ങൾ മാറും. അപ്പോൾ ഭാഗവതം കേൾക്കുകയും ചെയ്യാം, ഒരു ചിട്ടയിലൂടെ നടക്കുകയും ചെയ്യാം. ഈ ഭാഗവതം കഴിഞ്ഞാൽ അടുത്ത കാര്യങ്ങളിലേക്ക് അവർക്ക് കടക്കുകയും ചെയ്യാം. ഇനി അവർക്കിത് കൂടുതൽ കേൾക്കണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് വരികയും ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സ് കണ്ടുപിടിക്കേണ്ടത് എല്ലാവരും കൂടിയിട്ടാണ്. ഞാൻ ഇത്രയും നാൾ ചെയ്തു. ഇപ്പോൾ ജനം TV-യിലൂടെ ഭാഗവത ഗംഗ 350 എപ്പിസോഡ് ഞാൻ എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെയ്തു. എനിക്ക് 351ാമത്തെ ഉണ്ടാകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ കേട്ടവരും കേൾക്കാത്തവരും സജ്ജനങ്ങളും എല്ലാവരും ഒരു ചെറിയ സംഖ്യ തന്നു കഴിഞ്ഞാൽ നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഭാഗവതം ടെലിവിഷനിലൂടെ വരുമ്പോഴുള്ളൊരു ഗുണം, ഈ നമ്മുടെ വീട്ടിൽ ടെലിവിഷനിലൂടെ ആയാലും ആദ്യം ഇന്നത്തെ പ്രഭാതത്തിൽ കടന്നു വരുന്നത് ഭഗവാനാണ്. നമ്മുടെ അതിഥി ഇന്ന് ഭഗവാനാണ്. ആ ഒരു ധാരണ ഉണ്ടാവണം.
ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണല്ലോ ഭാഗവതം. ആ ഭാഗവതം നമ്മുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിഥി ഭഗവാനായി മാറുകയാണ്. എല്ലാ വീടുകളും ഭഗവാന്റെ ഒരു നാമം ഉച്ചരിച്ചാൽ പോലെ എന്താ സംഭവിക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കും. നമുക്കിത് മൊബൈലിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ലേ. അപ്പോൾ നമ്മൾ സമയത്തിന് എഴുന്നേൽക്കില്ല. ഇനി എഴുന്നേരെ തന്നെ പിന്നെ നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി വയ്ക്കും. ഇതിന് പിന്നെ എന്നുള്ള പരിപാടിയില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുളിച്ച് കുറി തൊട്ട് അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ ടി വിയുടെ മുമ്പിൽ കാലത്തേറ്റ് വന്നിരിക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാവില്ല. വർക്കിംഗ് വുമൺസ് അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ ഇവരെന്ത് ഇത് ഓൺ ചെയ്തിട്ട് അടുക്കളയിലുള്ള എല്ലാ പണികളും ചെയ്യും. ചിലപ്പോൾ അടുക്കളയിലാവും ടി വി ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരത് കേൾക്കുകയും ചെയ്യും, അവരുടെ പണികളും നടക്കും. ഇതും വലിയൊരു എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനെങ്ങനെ സ്മരിച്ചുകൊണ്ട് ചെയ്യാന്ന് പറയുന്നതും വലിയ കാര്യമാണ്. ഇതാണ് ഈ ഒരു ടി വിയിലൂടെ നമ്മൾ കൊടുക്കുന്നതോടുള്ള ജനങ്ങൾക്കുള്ള ഉപകാരം. രോഗാതുരമായൊരു അവസ്ഥ അത് മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കരുണ, സ്നേഹം അതുപോലെയുള്ള ഒരു മൂല്യങ്ങൾ ഭാഗവതത്തിലൂടെ മനുഷ്യരിലേക്ക് എത്തുകയാണ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ മാറ്റിയ അങ്ങനെയുള്ള ഏതെങ്കിലും ഭക്തരെ അല്ലെങ്കിൽ അതുപോലെ ഭാഗവതത്തെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചവരുടെ അനുഭവങ്ങൾ സാറിന് നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? നേരിട്ട് വളരെ കുറവാണെങ്കിലും, കാരണം വെച്ചാൽ നമ്മളൊരു സ്ഥലത്തിരിക്കുന്നു, ഈ പ്രോഗ്രാം നടക്കുന്നത് എല്ലായിടത്തിരുന്ന് കേൾക്കാമല്ലോ. അപ്പോൾ നേരിട്ട് കാണുന്നവർ വളരെ കുറവാണെങ്കിലും ഫോണിലൂടെ പലരും വിളിക്കാറുണ്ട്. ഈ വിളിക്കുന്നവരിൽ കുറച്ച് പേരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഈ നിലപാട് വിട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവർ ചോദിക്കുന്നത് ഞാൻ എന്നാണ് മരിക്കാമെന്നൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ഭഗവാനോട് ചോദിച്ചിട്ട് പറയാൻ പറ്റുക, ഇതൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ചിലർ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. അവർ അനാഥരാണ്, അവർ ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്, അവർ ക്യാൻസർ മുതലുള്ള മാരക രോഗങ്ങൾക്കാൽ വലയുന്നവരാണ്. അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം, എന്നെ വിളിച്ചത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരോട് ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, അപ്പോൾ ഇനി യാത്രയാവാന്നുള്ളതാണ്. അങ്ങനൊരു യാത്രയ്ക്ക് നിൽക്കുന്ന അവർക്ക് എന്താണ് എനിക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ. ഈ ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഭാഗവതം കേൾക്കാൻ പോയ പരീക്ഷത്തിൻ്റെ അവസ്ഥ എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത്ര ദിവസം കൊണ്ട് തക്ഷകൻ വരും, അദ്ദേഹത്തിന് ആ ഡേറ്റ് ഓർമ്മയില്ല, നമുക്ക് ആ ഡേറ്റ് ഓർമ്മയില്ലാത്ത ആളുകളാണ്. ഏത് നിമിഷവും നമ്മൾ തക്ഷകനോടുകൂടി നിൽക്കുന്ന ആളുകളാണ്. ഇവരോട് ഞാൻ എന്താ പറയാന്നുള്ളതാണ്. അപ്പം ഞാൻ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഞാൻ എൻ്റെ താല്പര്യം കൊണ്ട് അങ്ങനെ പറയാമെന്ന്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ പ്രത്യക്ഷ രൂപമാണുള്ളത്. ഭഗവാൻ തന്നെ അന്നമായും ഔഷധമായും എല്ലാം അതിൽ നിന്നല്ലേ. ഭഗവാനല്ലേ എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഡോക്ടറെ സംബന്ധിച്ച് നമ്മൾ ആകാശത്തേക്ക് നോക്കിയ പോലെയാണ്. അതാണ് ആകാശം എന്ന് വിചാരിക്കുന്ന പോലെ വൈദ്യം എല്ലാം തീർന്ന് അദ്ദേഹത്തിൻ്റെ എൻഡിലേക്ക് അദ്ദേഹം എത്തി. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുണ്ടാവാം, പക്ഷേ മരുന്ന് കൊടുക്കാനില്ലാത്തൊരവസ്ഥയാവും. അതുകൊണ്ടാണ് ഇനി പ്രത്യേകിച്ച് മരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. എന്താവട്ടെ, പക്ഷേ ഇതിനെല്ലാം ഭഗവാനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ പ്രോഗ്രാം ഭാഗവത ഗംഗ എന്നാണ്. നിങ്ങൾ ഭാഗവത ഗംഗ കാണും, അപ്പോൾ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഞാൻ അവരോട് പറയും. ഏതായാലും അങ്ങനെ വിളിച്ച ആളുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 4 വർഷം ഒക്കെ പിന്നിട്ട് കഴിഞ്ഞു. അതിൽ നിന്ന് വളരെ കുറച്ച് പേരെ കൊഴിഞ്ഞു പോയിട്ടുള്ളൂ. കാരണം ഞാൻ ആ ഗ്രൂപ്പായിട്ട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട് അങ്ങനെയുള്ള ആളുകളായിട്ട്. അപ്പോഴൊക്കെ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ കൊഴിഞ്ഞു പോയ ആളുകളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതായത് ഒരിക്കലൊരു ക്രിസ്മസിന് ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു ആഘോഷമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങളുടെ ആഘോഷത്തിൻ്റെ ഫണ്ട് ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക എന്നൊക്കെ വിചാരിച്ച്, നമുക്ക് കഷ്ടപ്പാടുണ്ട് എന്നാലും ഇവർക്ക് ഞാൻ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ച്. അവരൊരു 10-20 പേരുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വാങ്ങിയോളൂ, ഞാൻ പൈസ കൊടുക്കാം. അപ്പോൾ അവരൊരു സൂപ്പർ മാർക്കറ്റിൽ എവിടെയോ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ അതിൻ്റെ ഫണ്ട് അയച്ചു കൊടുക്കാനായിട്ട് അവർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് അത്രയും ഇങ്ങോട്ട് കാര്യമായിട്ട് അവർ വാങ്ങിയിട്ടില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇതൊക്കെയാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു 20 പേർക്ക് ഇത് പോരാ, ഇതിൽ കൂടുതൽ എന്തായാലും വേണം. ഇപ്പോൾ ഈ വാങ്ങിയതിൻ്റെ ഇരട്ടി കൊടുത്തോളൂ, അതിൻ്റെ ഫണ്ട് എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. ഞാനത് കൊടുത്തു. അപ്പോൾ ഈ 20 പേരിൽ ഒരാൾക്ക് ഇങ്ങനെ സോഡിയം കുറഞ്ഞ പോലെയുള്ളൊരു അസുഖമല്ലേ, ഇങ്ങനെ ഭ്രാന്ത് പോലെ, അങ്ങനെ ഒരു അമ്മയുണ്ടായിരുന്നു.
ഈ അനാഥരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഈ അമ്മയ്ക്ക് തോന്നിയത് എന്താണെന്നറിയോ, നമുക്കിപ്പോൾ ഒരു മകനില്ലേ, എന്ത് പറഞ്ഞാലും ഇരട്ടി തരുന്ന പോലൊരു സ്വഭാവക്കാരൻ. ആ അമ്മയ്ക്ക് എന്താണെന്നറിയില്ല, എൻ്റെ പേര് പറഞ്ഞാൽ ഈ അസുഖത്തിൻ്റെ ലെവൽ താഴ്ന്നു പോകും. അപ്പോൾ ആ അമ്മ ആ ക്രിസ്മസ് വളരെ നന്നായിട്ട് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു അനുഭവമായിരിക്കും, ഒരു സ്നേഹസ്പർശത്തോടു കൂടി കഴിക്കാൻ പറ്റി. അവർ ഹൈന്ദവരാണ് കേട്ടോ. അങ്ങനെയൊക്കെ അത് നടന്നു കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഇവിടുന്ന് വേർപെടാണ്. വേർപെടുമ്പോഴും ഇവർക്ക് അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല. പക്ഷേ അവർ എന്നെ ഓർത്തിരുന്നു, എന്നോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ റാഫി മോനെ ഞാൻ ഓർത്തിരുന്നു, അമ്മ പോവാണെന്നൊന്ന് പറയൂ എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇത്തരം നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കും തന്നെ കണ്ണ് നിറയുന്ന അനുഭവങ്ങളാണ് അതൊക്കെ. അനാഥരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ചില നിമിഷങ്ങൾ അതങ്ങനെ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭാഗവതത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട് സാറ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇതല്ലാതെ പുറത്ത് ഇതുപോലെയുള്ള ഇടപെടലുകൾ സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ നമ്മുടെ കോവിഡ് സമയത്ത് അങ്ങനെ അമ്പലത്തിൻ്റെ മുന്നിലേക്കൊന്നും ആരെയും ക്ഷണിക്കാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവായൂർ മണിസ്വാമി എൻ്റെ അടുക്കിൽ വന്നിട്ട് പറഞ്ഞു, ഈ കൊല്ലത്തെ അഖില ഭാരത സത്രം വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എനിക്ക് തോന്നി, വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്നത് കോവിഡിൻ്റെ ഒരു പ്രശ്നമല്ലേ, ഇത്രയധികം ആളെ വെക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് അപ്പോഴങ്ങനെ തോന്നിയത് അതിൽ, എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഉച്ചയ്ക്ക് ഉണ്ണാൻ എൻ്റെ അടുത്ത് വരാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആളൊറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്, ആളങ്ങനെ ഭക്ഷണം വയ്ക്കുന്ന ഒരാളല്ല. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മമ്മിയൂർ പോയിട്ട് നിവേദ്യം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. ഒരു ക്രിസ്ത്യാനിയായ ഞാൻ ആ നിവേദ്യം കഴിക്കാൻ അദ്ദേഹത്തിൻ്റെ അവിടെ പോയി. പിന്നെ അദ്ദേഹമായിട്ട് കുറേ സംസാരിച്ചു. ഇതെല്ലാം വളരെ രസകരം. അപ്പോൾ ഞാൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ചമ്മന്തിയൊക്കെ ആളുകൾ എക്സ്ട്രാ ഉണ്ടാക്കി, അത്രയൊക്കെ ചെയ്തു തന്നു. തേങ്ങ കരക്കിലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ചെയ്തു തന്നു. ആൾ വളരെ സന്തോഷമായിട്ട് അത് കഴിച്ചു. രാത്രിയായി ഞാൻ അവിടെ നിന്ന് മടങ്ങുമ്പോൾ. രാത്രി വന്ന് കുളിച്ച് ഞാൻ വീട്ടിൽ ഭക്ഷണം കഴിച്ച് കിടന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ കൊല്ലം അങ്ങനെ ഭാഗവത സത്രം നടക്കില്ല എന്നൊരു തോന്നൽ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കൊരു വിഷമം തോന്നാഞ്ഞെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗവത സത്രം ഉത്ഭവിക്കുന്നത് തന്നെ 40 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു. ഇതുപോലെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുനാമാചാര്യൻ, മള്ളിയൂർ, വാഴക്കുന്നം, അങ്ങനെയുള്ള ആചാര്യന്മാരുടെ ഒരു പരമ്പര, അവർ നാമസങ്കീർത്തനങ്ങൾ ചൊല്ലിയാണ് ഈ സത്രം വേണമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്, വർഷങ്ങളോളം ചൊല്ലിയിട്ട്. അങ്ങനെ ആ സത്രം ആദ്യം തന്നെ കോട്ടയം കുറിച്ചിത്താനത്ത് നടന്നു. അങ്ങനെ നടന്ന സത്രം 25ാമത്തെ വർഷം എത്തിയപ്പോൾ ഞാൻ ഭാഗവതം പ്രചരിപ്പിച്ചു തുടങ്ങുന്നത്. ആ ഒരു പീരീഡിലാണ് ഞാൻ മള്ളിയൂർ സ്വാമിയെ കാണാൻ പോയത്. പിന്നെ 25ാമത് സത്രം ഈ കുറിച്ചിത്താനത്ത് തന്നെയായിരുന്നു. അവിടേക്ക് തന്നെ അഖില ഭാരത സത്ര സമിതി കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഈ സത്രത്തിൻ്റെ എല്ലാ രീതിയും ഞാൻ കണ്ടിരുന്നു. അവിടെ നിന്ന് ആ സത്രം കഴിഞ്ഞ് കൂട്ടത്തിൽ ഈ കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ പോയത് 3 ആളാണ്. ഒന്ന് MK കുട്ടപ്പൻ മേനോൻ, പിന്നെ ഇപ്പോഴത്തെ മാങ്ങോട്ട് രാമകൃഷ്ണൻ, പിന്നെ TDMലെ വേണുജി ഒക്കെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് വളരെ സന്തോഷകരമായിരുന്നു. സത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ കാറിൽ അത്ര സന്തോഷം ഉണ്ടായില്ല. പക്ഷേ ഞാൻ വെറുതെ പറഞ്ഞേ, ഇവങ്ങനെയുള്ള സ്ഥലങ്ങളിലല്ല സത്യത്തിൽ സത്രം നടത്തേണ്ടത്. സത്രം നടത്തേണ്ടത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൻ്റെ പ്രത്യേകത വടക്കുന്നാഥൻ സെൻറ്ററിൽ, പിന്നെ തിരുവമ്പാടി, പാറമേക്കാവ്, ഇതിനിടയിൽ നടക്കുമ്പോൾ കുറേ കൂടി ആളുകൾക്ക് വന്നു ചേരാനായിട്ടൊരു സൗകര്യം ഉണ്ടാവും. എത്ര ആളുകൾ വേണമെങ്കിൽ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അവിടെ ആര് ഇത് ഏറ്റെടുക്കും, താൻ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ലല്ലോ, പ്രൊഫസർ മാധവൻകുട്ടി സാറുണ്ട്, അദ്ദേഹം ഏറ്റെടുത്താൽ ഇത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മാധവൻകുട്ടി സാറിൻ്റെ നമ്പർ എന്നോട് ചോദിച്ചു. ഞാനത് മാങ്ങോട്ട് രാമകൃഷ്ണൻജിക്ക് കൈമാറുകയും ചെയ്തു. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് എന്നോട് രാമകൃഷ്ണൻജി പറഞ്ഞു, തൻ്റെ നാക്ക് പൊന്നായി തീരട്ടെ, തൃശ്ശൂർക്കാരത് ഏറ്റെടുത്തു എന്നുള്ളത്. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം അതങ്ങനെ സത്യമായി പറയാൻ പാടുള്ളൂ എന്നറിയില്ല. 25ാമത് സത്രം നടക്കുമ്പോൾ അടുത്ത സത്രം വിളംബരം ചെയ്യണം. സത്രം നടക്കുന്ന വേദിയിൽ വെച്ചാണ് അറിയുന്നത് അടുത്ത ടീം അത് വേണ്ടാന്ന് വെച്ചു എന്നുള്ളത്.
അതുകൊണ്ട് ഇവർക്കൊരു വേദനയുണ്ടായി, വിളംബരം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അതിപ്പോൾ ഇന്ന് തൃശ്ശൂർകാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ആ സത്രം തൃശ്ശൂർ നടന്നു. എനിക്ക് തോന്നണ സത്രങ്ങളുടെ ഏറ്റവും വലിയ സത്രമായിരുന്നു, ഞാൻ അഭിമാനപൂർവ്വം പറയാണ്. അതിനുശേഷം ഒന്നും ഇത്രയും ഗംഭീരമായിട്ട് നടന്നിട്ടില്ല എന്നുണ്ട്. അത് എന്തോ ഭഗവാന്റെ ഒരു നിശ്ചയം. അപ്പം അങ്ങനെ അതായിരുന്നു ഏറ്റവും വലിയ സത്രങ്ങളുടെ സത്രം. അപ്പം ഇവിടെ ഈ മണിസ്വാമിയുടെ ഈ ചോദ്യത്തിന് നമ്മളൊരു ടെക്നീഷ്യനായിട്ട് കോവിഡ് നടക്കുകയാണ്, നമ്മൾ ഇടപെട്ടാൽ നടക്കില്ലേ അത് എന്ന് ഞാൻ തോന്നുകയാണ്. അങ്ങനെ ഞാൻ ആലോചിച്ച് നേരം വെളുക്കുന്നതിന് മുമ്പ്, അന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യത്തിൽ, എനിക്കത് ഭയങ്കര മനോവേദനയായി മാറി. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മണിസ്വാമീനെ വിളിച്ച് പറയാം നമുക്കിത് ഓൺലൈനിൽ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഇദ്ദേഹം നേരത്തെ ആയിട്ട് ഇങ്ങനെ അമ്പലങ്ങൾ തീർത്ഥം സേവിച്ചതിന് ശേഷമൊക്കെ ഉള്ളു. അപ്പോൾ അത് കഴിഞ്ഞ ആളെ കിട്ടിയപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു, ഞാൻ സത്രസമിതിയോട് പറയാം, കോവിഡ് ഒരു വിഷയമാണെങ്കിൽ അതിലും വലിയ വേറെ വിഷയങ്ങൾ അതിനുള്ളിലുണ്ട്, സാമ്പത്തിക വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹം അവരോട് 3-4 പ്രാവശ്യം എൻ്റെ ഈ ആവശ്യം പറഞ്ഞ് അവരവസാനം ഒരു തീരുമാനമെടുത്തു. നമുക്ക് എന്തായാലും അതിൻ്റെ ഫൈനലായിട്ട് ഒന്നും കൂടി ആലോചിക്കാം. അതിന് ഈ കോവിഡ് നടക്കുന്ന കാലത്ത് എറണാകുളത്ത് ഹോട്ടൽ സരോവരത്തിൽ വെച്ചിട്ടാണ് അതിൻ്റെ മീറ്റിംഗ് കൂടിയത്. അപ്പം ഞാൻ വരില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്രിസ്മസിൻ്റെ അന്നാണ്. നമ്മളെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എല്ലാ ദിവസവും ക്രിസ്മസാണ്. ഒരു പ്രത്യേക ദിവസം അതിന് വേണ്ട, എല്ലാ ദിവസവും ഈശ്വരൻ ജനിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവ മീറ്റിങ്ങിൽ വെച്ചൊരു തീരുമാനം എടുത്തിട്ട് ഓൺലൈനിൽ ചെയ്യാമെന്ന് തീരുമാനിച്ച് ആ സത്രം ഓൺലൈനിൽ ചെയ്തു കൊടുത്തത് ഞാനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഒരു 11 ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ ക്യാമറമാൻ ഡിപ്പാർട്ട്മെൻറ്റ് ആരും ഉറങ്ങിയിട്ടില്ല. അത്രയേറെ കഠിന വർക്കായിരുന്നു. പുലർച്ചെ 4 മണി തൊട്ട് തുടങ്ങുന്നതാണ്, രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത് തീരുക. പിന്നെ നാളത്തെ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി അങ്ങനെ ഉറങ്ങാതെ നമുക്കത് ചെയ്യാൻ പറ്റി. അപ്പോൾ കോവിഡ് നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കോവിഡുകാരൊക്കെ ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? പലരും വന്നിരുന്നു. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് നമ്മൾ ഒരു ചായ കൊണ്ടുവരുന്നൊരു ചങ്ങാതി ഉണ്ടായിരുന്നു. അയാളന്ന് വന്നില്ല. അപ്പം ഞാൻ എന്തേ ചായ തരാത്തേന്ന് അറിയാൻ വേണ്ടി ആളുടെ റൂമിലേക്ക് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഒരു പനി പോലെ അങ്ങനെയുള്ള തോന്നി എന്ന് പറഞ്ഞിട്ട് ആളവിടെ എന്തായാലും ഞാൻ ഇപ്പം ഉണ്ടാക്കി തരാമെന്നിട്ട് ചായയൊക്കെ തന്നു. രാവിലെ 7 മണിക്ക് അയാൾ കോവിഡ് വന്നിട്ട് വീണു. അപ്പം അതുകൊണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞു, റാഫി ശ്രദ്ധിക്കണം. അതിന് ഓർമ്മയൊക്കെ പോയി. അതിനാൾ കുറേ ഹോസ്പിറ്റലൊക്കെ ഇടുന്നു. പക്ഷെ എനിക്ക് വന്നില്ല കേട്ടോ. അവിടെ വന്നവർക്ക് മുഴുവൻ കോവിഡ് ഉണ്ടായിരുന്നു. ഇവരായിട്ടൊക്കെയാണ് ഞാൻ ഇടപഴകിയത്. അപ്പോൾ അവിടെ അങ്ങനെ എനിക്കങ്ങനെ ആ കോവിഡ് വരാതെ ഈ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ കൃഷ്ണാവതാരത്തിൻ്റെ അന്നാണ് ആദ്യത്തെ കോവിഡ് പുറപ്പെടുന്നത്. പിന്നെ തുടർച്ചയായിട്ട് കോവിഡുകാരുണ്ടായിരുന്നു. നമുക്കൊന്നും സംഭവിച്ചില്ല. അവരൊക്കെ ആയിട്ട് നല്ലോണം ഇടപഴകി. കോവിഡ് എന്ന് പറഞ്ഞാൽ മഹാമാരി എന്നെയോ എൻ്റെ ടീമിനെയോ ബാധിച്ചില്ല. ബാക്കിയുള്ളവർ അവർ പിന്നെ ഓരോരുത്തർ പോവില്ല, നമ്മളെ ബാധിച്ചത് കട്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഇനി ഇതിലും വലിയൊരു കാര്യം ഞാൻ ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ എഗ്മോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ ഗുരുസ്വാമീനെ നമ്മൾ വെറുതെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു 40 കൊല്ലമായിട്ട് ഇവിടെ സത്സംഗമേ നടന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. ഞാൻ ചെന്നൈയിൽ താമസിക്കുക ഒരു പ്രവീൺ പിള്ളയുടെ വീട്ടിലാണ്, അപ്പോൾ അടയാറിൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഹെൽപ്പും കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു 15 ദിവസത്തെ സത്രമാണ് നമ്മൾ ഒപ്പിക്കുന്നത്. അതിന് സാമ്പത്തികമായിട്ട് അവിടെ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ 40 കൊല്ലം അവിടെ നടന്നേനെ. ഞാൻ പറഞ്ഞു ആരോടും പിരിക്കേണ്ടെന്ന് പറഞ്ഞു. എല്ലാം പൈസയൊക്കെ ഇവിടെ വന്ന് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നടത്താമെന്ന് തുടങ്ങി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ചാക്കരി, കുറേ പൈസ, അങ്ങനെ ഒരാൾ തന്നെ അത്രയും തന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു വിചാരിച്ചു. പക്ഷേ അത് അവിടെ വെച്ച് തന്നെ തീർന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു വെറൈറ്റി സത്രമാണ് നമ്മളവിടെ വെച്ചത്. അത് ഞാൻ പിന്നീട് പറയാം. ഈ ചെന്നൈയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുമ്പിൽ 4 ചെരുപ്പ് കൂടുതലുണ്ടെങ്കിൽ അവിടെ എന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ടെന്ന് ചെന്നൈയിലുള്ളവർക്ക് മുഴുവൻ തോന്നും. തമിഴായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയാണ്. പിന്നെ അവരെല്ലാവരും അമ്പലത്തിൽ വരും. അമ്പലത്തിൽ വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്,
അവർക്ക് ഓഫീസിലേക്ക് പോകാനുള്ളത് ടിഫിൻ ക്യാരിയറിൽ എടുക്കും, കുട്ടികൾക്കുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു 10-600 പേരാണെന്നുണ്ടെങ്കിലും ഇത്രയും സമയം നമ്മളിങ്ങനെ ഇത് രാത്രി 10 മണി വരെ പ്രോഗ്രാം വെക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ ഇതിന് പണം കണ്ടെത്തും എന്നുള്ളതാണ്. അതൊരു വലിയൊരു സംഭവമായിരുന്നു. ഈ സമയത്തുണ്ടല്ലോ ചെന്നൈയിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ അമ്മ അതിൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായി, ഒന്നുകിൽ ഇന്ന് തരും അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങൾ തരും. പക്ഷേ ആ 15 ദിവസം തീരോളം അവരൊന്നും തന്നില്ല എന്നുള്ളതാണ്. അതിനവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്, കുറ്റമായിട്ട് പറയല്ല. പിന്നീട് ഞാനത് ചോദിച്ചപ്പോൾ അവരത് പറഞ്ഞു. അത് ഇങ്ങനെ ഈ എഗ്മോറിൽ ഈ സംഭവം ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഭവമായി ജീവിതത്തിൽ. നമ്മൾ അത്രയും ആ അയ്യപ്പ ടെമ്പിളിൽ പോയിട്ട് ഇത്രയും ദിവസം ഒരു ഭാഗവതം വയ്ക്കാൻ കഴിഞ്ഞാൽ, അപ്പം നേരത്തെ നമ്മൾ ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു, ഓൺലൈൻ ചെയ്തു എന്ന് പറഞ്ഞു, ഇതുപോലെ തന്നെ അതൊരു വലിയ സന്തോഷമായിട്ട് മാറി. മൂലം ഭാഗവതം പോലെ തന്നെ മലയാള ഭാഷയെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് കിളിപ്പാട്ട് ഭാഗവതം. അപ്പോൾ ഇന്ന് എഴുത്തച്ഛൻ പോലും ഇല്ലായിരുന്നു എന്നുവരെ ഒരു നറേറ്റീവ് കൊണ്ടുവരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാഗവതത്തിന് മലയാള ഭാഷയിലുള്ള പ്രസക്തി, അല്ലെങ്കിൽ ആ ഭക്തരുടെ ഇടയിൽ ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു ഭക്തിരസം കലർന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിൽ ഭാഗവതം എത്രത്തോളം പങ്കുവഹിച്ചിട്ടുണ്ട്? ഭാഗവതത്തിൻ്റെ മൂലം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും ഭഗവാന്റെ നാളെയും ഭഗവാന്റെ പ്രത്യക്ഷ രൂപമായിട്ടിരിക്കുന്നതാണ്. നമുക്കതിലേക്ക് കിടക്കണ്ട. പിന്നെ പറഞ്ഞതിൽ എഴുത്തച്ഛനുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം, അതൊരിക്കലും വേണ്ട. ഉണ്ട് അങ്ങനൊരു അദ്ദേഹം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നാരായണീയം രചിക്കാനുണ്ടായൊരു സന്ദർഭം ഉണ്ടല്ലോ. അപ്പോൾ മേപ്പത്തൂരിൻ്റെ വാതരോഗം, അപ്പോൾ അദ്ദേഹം എഴുത്തച്ഛനെ പോയി കണ്ടു. അപ്പോൾ എഴുത്തച്ഛൻ പറഞ്ഞു, മീൻ തൊട്ട് കൂട്ടിക്കോളൂ, അതായത് മത്സ്യാവതാരം തൊട്ട് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മേപ്പത്തൂരുണ്ടെങ്കിൽ എഴുത്തച്ഛനില്ലേ, അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ വരില്ലല്ലോ. അങ്ങനെ എഴുത്തച്ഛൻ ഗുരുവായൂർ അമ്പലത്തിൽ വരികയല്ലേ ഉണ്ടായേ. അങ്ങനെ നാരായണീയം രചിച്ചു. ഇന്ന് ആ നാരായണീയം ലോകം മുഴുവൻ എത്ര ആളുകൾ നെഞ്ചിലേറ്റി നടക്കുന്നു. അപ്പം അതുണ്ട് എന്നുള്ളൊരു സത്യമല്ലേ. അപ്പം നമുക്കതിനകത്ത് അസത്യമായിട്ട് കരുതണ്ട. എഴുത്തച്ഛനുണ്ട്, എഴുത്തച്ഛൻ്റെ ഒരുപാട് കൃതികൾ നമുക്കുള്ളതല്ല. അല്ലെങ്കിൽ ആ കൃതി എഴുതിയ ആൾക്ക് അയാളുടെ പേര് എഴുതിയാമായിരുന്നില്ല, എന്തിനാ എഴുത്തച്ഛൻ എന്ന് വയ്ക്കണേ? അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. പിന്നെ എഗ്മോറിൽ അയ്യപ്പ ക്ഷേത്രത്തിലെ ഭാഗവതം നമ്മൾ എന്തായാലും 40 കൊല്ലത്തിന് ശേഷം ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് വളരെ ഗംഭീരമായി ചെയ്യണം എന്നുള്ള നിലയ്ക്ക് വന്നപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള മൂലഭാഗവതം മാറ്റിവെച്ചിട്ട് മഹാകവി അക്കിത്തം ഒരു ഭാഗവതം എഴുതിയിട്ടുണ്ട്. അപ്പം അക്കിത്തമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് ആരും ഒരു ആചാര്യനായിട്ട് വന്നിട്ടില്ല. ഇപ്പോഴും അക്കിത്ത ഭാഗവതം പഠിക്കുന്നവർ വളരെ കുറവാണ്. അപ്പോൾ കിളിപ്പാട്ട് ഭാഗവതത്തിൻ്റെ പ്രത്യേകത വളരെ ലളിതമാണ്. എനിക്കാണെങ്കിൽ അത് കേൾക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കിട്ട് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ആചാര്യന്മാർ പറഞ്ഞു, എന്നോട് ജയലക്ഷ്മി ടീച്ചറൊക്കെ പറഞ്ഞു വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ മഹാകവി നമ്മുടെ മൂലമുണ്ടല്ലോ ഭാഗവതത്തിൻ്റെ, അതിൻ്റെ വൃത്തവും വരികൾ അക്ഷരങ്ങളുടെ എണ്ണം അങ്ങനെ വെച്ചുകൊണ്ട് തന്നെയാണ് അക്കിത്ത ഭാഗവതം എഴുതിയിരിക്കുന്നത്. ആ അക്കിത്ത ഭാഗവതമാണ് ഇവിടെ നമ്മൾ 15 ദിവസം ഒരു മാഷാണ്, വിജയൻ കൈലാട് എന്ന് പറഞ്ഞൊരു മാഷുണ്ട്, ഷൊർണൂരടുത്താണ് ഈ കൈലാട് എന്ന് പറഞ്ഞ സ്ഥലം. ആ മാഷാണത് ചെയ്തത്. മഹാകവിക്ക് അത് ഭയങ്കര താല്പര്യമായി, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്. അദ്ദേഹത്തോടു കൂടി അനുവാദം ചോദിച്ചിട്ട് നമ്മളത് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയിലുള്ളൊരു പീരീഡാണ്, രോഗാതുരമായൊരു അവസ്ഥയിലായിരുന്നു. എന്നാലും ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മഹാകവി ഞങ്ങളെ വിളിക്കുകയും വീട്ടിലൊന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കിത്ത ഭാഗവതം പ്രചരിപ്പിക്കണമെന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, നമുക്കത് എത്ര പെട്ടെന്ന് സാധ്യമാവുമെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് പഠിക്കാനുള്ള ആളുകൾ, അങ്ങയുടെ ആശയങ്ങളായിട്ട് പൊരുത്തപ്പെടുന്ന ആളുകൾ അത് പഠിക്കണം. അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴേ അത് ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് എളുപ്പമായേനെ. ഇപ്പം അങ്ങക്കിപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗമില്ല. 2, ഈ പുസ്തകത്തിന് ഇപ്പോൾ ഭയങ്കര വിലയാണ്. നമുക്ക് ഗുരുവായൂർ പോയാൽ 300 രൂപ കൊടുത്താൽ 2 വോളിയം പുസ്തകം മൂലം കിട്ടും.
ഈ 300-ൻ്റെ 6 ഇരട്ടി കൊടുത്താൽ പോലും അക്കിത്ത ഭാഗവതം നമുക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അത് പറ്റില്ല എന്നങ്ങോട്ട് തീരുമാനിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല സപ്താഹവേദികളിൽ ചെല്ലുമ്പോൾ ഒരു പുസ്തകം ഒരമ്മ കൊണ്ടുവന്നിട്ടുണ്ട്, അതിൽ ഒരു 7 അമ്മമാർ എക്സ്ട്രാ നോക്കിയിരിക്കുകയാണ് 2 വശത്തായിട്ട്. 8 പേര് കൂടിയിട്ടാണ് ഒരു പുസ്തകം വായിക്കുന്നത്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വേദന തോന്നി. കാരണം വെച്ചാൽ ഈ അമ്മമാർക്ക് ഒരു പുസ്തകം വാങ്ങിക്കൊടുത്താൽ അവരൊറ്റയ്ക്ക് നോക്കിയിരിക്കില്ലേ, അവരുടെ സംശയങ്ങളൊക്കെ അല്ല അതിൽ എഴുതില്ലേ. പക്ഷെ അത് ഒറ്റയ്ക്ക് വാങ്ങാനുള്ളൊരു കഴിവില്ല അവർക്ക്. അവർ എഴുപതൊക്കെ പിന്നിട്ടവരാണ്, മക്കളോട് ചോദിക്കാൻ ധൈര്യമില്ല, അല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അങ്ങനെയായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എത്രയോ കാര്യങ്ങൾക്ക് ഹൈന്ദവർ ഒരുപാട് പൈസ ചിലവാക്കുന്നവരുണ്ട്. അവരിതൊരു മനസ്സിലാക്കുക എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ ഞാനൊരു ക്രിസ്ത്യനായതുകൊണ്ട് പറയുകയാണെന്ന് ധരിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ബൈബിള് 100 രൂപ കൊണ്ട് കൊടുത്താൽ കിട്ടും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ പോയി. വെറുതെയും കിട്ടും. അപ്പോൾ എങ്ങനെയാണിത് വെറുതെ കിട്ടണത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കോസ്റ്റ് 100 രൂപയുണ്ടല്ലോ. അപ്പോൾ ഞാൻ ബൈബിളിൻ്റെ വാല്യൂ നോക്കുമ്പോൾ അത് ഫോറിൻ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ യഥാർത്ഥ വില ഇന്നിപ്പോൾ എനിക്കറിയില്ല, ഒരു 700 രൂപ 800 രൂപ വിലയുണ്ട്. ഈ 800 രൂപയുടെ പ്രൊഡക്ഷൻ കോസ്റ്റുള്ള ഒരു പ്രോഡക്റ്റാണ് 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു? അതിനൊരു ഓർഗനൈസേഷൻ ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ നേരമില്ല, അല്ലെങ്കിൽ എനിക്ക് ഭാഗവതം വായിക്കാൻ നേരമില്ല. ഭാഗവതം വായിക്കുന്നതുകൊണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മമാർ. അപ്പം എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പോൾ ഒരു 10 ഭാഗവതം ഞാൻ മേടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 10 ഭാഗത്തിൻ്റെ പൈസ ഞാൻ അവിടെ അടച്ചു. അങ്ങനെ ഈ ലോകത്തുള്ളവർ മുഴുവൻ ചിന്തിച്ചാൽ ഇത് വേണമെങ്കിൽ വെറുതെയും കൊടുക്കാം. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഭാഗവതം പോലും വാങ്ങാൻ കെൽപ്പില്ലാത്തവർക്ക് എങ്ങനെ മഹാകവിയുടെ ഭാഗവതം ഒരു പ്രൈവറ്റ് ഇതിൽ നിന്ന് മേടിക്കാൻ പറ്റും? സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുള്ളത് മഹാകവിയുടെ കാര്യം നമ്മളൊന്നും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു.